കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം അപൂർവമായി മാത്രമാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്താറുള്ളത്. ഇന്നലെ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അത് കോൺഗ്രസിനൊരു മൈലേജ് ആവും, അല്ലെങ്കിൽ കോൺഗ്രസിനൊരു കരുത്താകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് കോൺഗ്രസിന് അത് തലവേദനയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഈ പോലീസ് അതിക്രമം സഭയിൽ അടിയന്തര പ്രമേയമായി വന്നപ്പോൾ തീർച്ചയായും ഭരണപക്ഷം ഒരു പ്രതിരോധം എന്ന നിലയിൽ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് നടന്ന മുത്തങ്ങ വെടിവെപ്പും ശിവഗിരി സംഭവവും ഒക്കെയാണ് ഒരു പ്രതിരോധം തീർക്കാൻ എന്ന രീതിയിൽ അവിടെ ഉന്നയിച്ചത്. സ്വാഭാവികമായും അവിടെ സഭയിൽ വെച്ച് തന്നെ അതിനെ ടാക്കിൾ ചെയ്യണമായിരുന്നു പ്രതിപക്ഷം. പക്ഷേ അത് ചെയ്യാത്തതുകൊണ്ട് ആന്റണിക്ക് നേരിട്ടിറങ്ങി ഈ വാജ്സാം കാലത്ത് ഇറങ്ങി വരേണ്ടി വന്നു. അത് കോൺഗ്രസിന് വീണ്ടും തലവേദനയാവുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നത് തീർച്ചയായും കോൺഗ്രസിന് വലിയ തലവേദന വലിയ തിരിച്ചടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് സി കെ ജാനു, അതിൽ സമരത്തിൽ പങ്കെടുത്തിരുന്ന സി കെ ജാനു ഇന്ന് വന്ന് പറയുന്നുണ്ട്, എത്ര മാപ്പ് പറഞ്ഞാലും അതിൻ്റെ പാപക്കറ ഒരു കാലത്തും കഴുകിക്കളയാൻ ആന്റണിക്ക് കഴിയില്ല എന്ന് പറയുന്നു. ഒപ്പം നരിവേട്ട എന്ന സിനിമ ഇറങ്ങിയിരുന്നു മുത്തങ്ങ വെടിവെപ്പ് ആസ്പദമാക്കിക്കൊണ്ട്. അത് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നീതിപൂർവകമായ രീതിയിലല്ല ആ സിനിമ എടുത്തത് എന്ന വിമർശനം കൂടി സി കെ ജാനു ഇന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം കോൺഗ്രസിന് കൊണ്ടു എന്നുള്ളത് ഒരു സൈഡ്, മറിച്ച് ഏതെല്ലാം രീതിയിൽ പുതിയ വിവാദങ്ങളിലേക്ക് ആന്റണിയുടെ വാർത്താ സമ്മേളനം കാരണമായിട്ടുണ്ട് എന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. സാർ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റണി വല്ലപ്പോഴുമൊക്കെ വരുമ്പോൾ അത് കോൺഗ്രസിനൊരു ഊർജം, ഒരു മൈലേജ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇക്കുറി ആന്റണി വന്നത് ഒരു റോങ് സമയത്തോ അല്ലെങ്കിൽ റോങ് ചോയ്സായി പോയി തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. അത് തോന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രധാന കാര്യം ഇരിക്കുന്നത്, എത്രത്തോളം ഗൗരവമുള്ള ഒരു അറ്റാക്ക് ഈ രണ്ട് വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ട, കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ അറിയാലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എന്താ പറയുക, ഞാൻ റഷ്യയിലല്ല ജനിച്ചത്, ഞാൻ നെഹ്റുവിൻ്റെ ഇന്ത്യയിലാണ് ജനിച്ചത് എന്നതുൾപ്പെടെ അതെ സ്റ്റാലിൻ്റെ റഷ്യയിലല്ല എന്ന നിലയിലാണ്. അപ്പോൾ എനിവേ അങ്ങനെയൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയെ ഈ ശിവഗിരിയും മുത്തങ്ങയും ഒക്കെ എടുത്തു വെച്ച് കെ ആന്റണി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്തിനായിരുന്നു, അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് പറയാൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് എന്തിനായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് അതിനകത്ത് അദ്ദേഹം കണ്ട ഒരു പോയിന്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പോലീസ് ഇങ്ങനെ പെരുമാറിയിരുന്നു എന്നുള്ള വസ്തുത അവിടെ നിൽക്കെ അത് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ഒരു കാലത്തും സാധിക്കില്ല. മാത്രമല്ല, അദ്ദേഹം വന്ന് പറഞ്ഞത് അതിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാസവും വേദനയും ഒക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് ഒന്നുകൂടി ആ മുറിവ് തോണ്ടിയെടുക്കുന്ന നിലയിലല്ലേ അത് സംഭവിച്ചതെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ആ മുറിവ് മാന്തുന്ന രീതിയിൽ വീണ്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മണ്ഡലത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന രീതിയിൽ എന്തിനാണ് കെ ആന്റണി ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം കണ്ടത് സഭയിലത് വേണ്ടത്ര രീതിയിൽ നേരത്തെ സൈഫ് പറഞ്ഞ പോലെ ടാക്കിൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാനല്ലാതെ മറ്റാരും എനിക്ക് വേണ്ടി പറയാനില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്ന് അദ്ദേഹം വന്ന് പറയുന്നതാകാം. അത് ശരിവെച്ചുകൊണ്ട്, അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ന് രമേശ് ചെന്നിത്തല സംസാരിക്കുകയും ചെയ്തു. സഭയിൽ അത് വേണ്ട രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ, പ്രതിപക്ഷം അത് ഏറ്റെടുത്തില്ല, അതുകൊണ്ടാണ് കെ ആന്റണിക്ക് രംഗത്ത് വരേണ്ടി വന്നത് എന്ന രീതിയിൽ താൻ ആ സമയത്ത് സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് VD സതീശനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയാണോ? VD സതീശൻ പറയേണ്ടിയിരുന്ന മറുപടി, അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ശക്തമായി നേരിടേണ്ടിയിരുന്ന ഒരു സംഗതിയെ നേരിടാൻ കഴിയാതെ വന്ന് അതിന് മറുപടി പറയുക എന്നുള്ളത് തൻ്റെ ബാധ്യതയാണെന്ന് ആന്റണി കരുതിയോ? അങ്ങനെ വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഉണ്ടായത്? അത് സി കെ ജാനു പോട്ടെ, സി കെ ജാനു അതിൽ യഥാർത്ഥത്തിൽ അനുഭവം നേരിട്ടിട്ടുള്ള ഒരാളാണ്, പറയാൻ പൂർണ്ണ അർഹതയുള്ള ഒരാളാണ് മുത്തങ്ങ സമരത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അതിലുപരിയായിട്ട് ഈ
ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഈ രണ്ട് പ്രധാനപ്പെട്ട കേരള ചരിത്രത്തിൽ വളരെ എന്താ പറയുക ഒരു കറുത്ത അധ്യായങ്ങളായി പറയാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഗതികളും നടന്നിരിക്കുന്നത് UDFിൻ്റെ കാലത്താണ്, അത് AK ആൻ്റണിയുടെ കാലത്താണ്. അപ്പോൾ ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം ഒന്ന് നമ്മൾ കാണേണ്ടത് വെച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദേശാഭിമാനിയും മറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ബദലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തകളാണ്. UDFിൻ്റെ കാലത്തെ സംഗതികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ന്യായീകരണം, ഒരു ശാശ്വതീകരണം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത് പോയത് എന്നാണ് എൻ്റെ ഫീലിംഗ്. അങ്ങനെയാണ്. അതിന് പ്രത്യേക കാരണങ്ങൾ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായി പ്രതിരോധിക്കുക എന്നതും രമേശ് ചെന്നിത്തല തുടങ്ങിയ മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ VD സതീശൻ പരാജയപ്പെട്ടു എന്ന് സ്ഥാപിക്കുക എന്നതുകൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെ സൈഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെ ഏറ്റവും വളരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് പോലീസിനെതിരെയാണ്. ഈ കാലയളവ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷത്തെ ഭരണത്തിനിടയിൽ ധാരാളം ആരോപണങ്ങൾ അങ്ങനെ വരുന്നു. അതിലൊന്നും ഒരു ചർച്ച എന്ന് പറയുന്നത്, നിയമസഭയിൽ ഒരു ചർച്ച നടക്കുമെന്ന് നമ്മൾ ഒരു കാലത്തും പ്രതീക്ഷിക്കുന്നില്ല. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുന്ന തരത്തിലുള്ളൊരു ചർച്ച അതിൽ നടക്കുന്നു. അടിയന്തര പ്രമേയം വരുന്നു, അത് സർക്കാർ അംഗീകരിക്കുന്നു, സർക്കാർ അതിനോട് സംസാരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളിടത്ത് തന്നെ പ്രതിപക്ഷം ഒന്ന് തളരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ച് സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോലും മുട്ടുകുത്തിക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പോലീസിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പോലീസ് ഏറ്റവും അധികം ബ്രൂട്ടലായി പോലീസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം. കരുണാകരൻ്റെ കാലത്താണ്. AK ആൻ്റണിയുടെ കാലത്ത് നടന്ന ഈ സംഗതികൾ ഇല്ല എന്ന് പറയാൻ കഴിയുന്നതല്ല. മുത്തങ്ങ വെടിവെപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന സംഗതിയൊന്നും ആയിരുന്നില്ല. അതിൻ്റെ 10 മടങ്ങ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. അതൊന്നും നമുക്ക് കേരളത്തിന് ആർക്കും മറക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ തിരിച്ചു വാങ്ങുന്ന രീതിയിൽ ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അവരൊരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. പ്രതിപക്ഷം ആഗ്രഹിച്ച കാര്യമായിരുന്നില്ല സഭയിൽ നടന്നത്. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പറയുന്ന ഭരണപക്ഷവും ആ വഴിക്ക് വീണ്ടും അത് തോണ്ടിയെടുത്ത് കൊണ്ടുവരുന്നതിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ. അതിന് ഒരു എന്താ പറയുക, ഒരു വടി കൂടി നൽകുന്ന രീതിയിലായി ആൻ്റണിയുടെ വാർത്താ സമ്മേളനം എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അജിംസി വാർത്താ സമ്മേളനം സ്കിപ്പ് ചെയ്യായിരുന്നു, ആൻ്റണിക്കും പാർട്ടിക്കും നല്ലതായിരുന്നു. അല്ല, ഈ വാർത്താ സമ്മേളനം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഒന്ന്, സഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പോലീസിൻ്റെ അട്രോസിറ്റിയെക്കുറിച്ചാണ്. ഈ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ വിവാദം ഉയർന്നിട്ടുള്ളത് സാർ പറഞ്ഞതുപോലെ പോലീസിൻ്റെ നടപടികളും നയങ്ങളും സംബന്ധിച്ചാണ്, പോലീസ് ഭരണത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വിവാദം ഉയർന്നിട്ടുള്ളത്. ഓക്കെ, അത് ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ LDFിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സേഫ് പൊസിഷൻ എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ് സർക്കാരുകൾ ആക്രമിക്കുക എന്നുള്ളത്. കാരണം പോലീസ് എല്ലാ കാലത്തും പ്രശ്നമാണ്. കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലത്ത് കൂടുതൽ പ്രശ്നമായിരുന്നു. കാരണം കരുണാകരൻ അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുത്തെ മന്ത്രിയായിരുന്നു, പോലീസിനെ ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിയായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും അടിയന്തരാവസ്ഥയുടെ ഒരു ഇര കൂടിയായ പിണറായി വിജയന് പോലീസ് അട്രോസിറ്റിയെക്കുറിച്ച് പറയാനുള്ള ധാർമ്മികമായ ഒരു ബലമുണ്ട്. കാരണം അദ്ദേഹം അസംബ്ലിയിൽ ഷർട്ടൂരി കാണിച്ചാണ്, പോലീസിൻ്റെ അടികൊണ്ട അസംബ്ലിയിൽ ഷർട്ടൂരി കാണിച്ച ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹം പോലീസിനോട് എന്ത് പെരുമാറുന്നു, പോലീസിനോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടെന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ അദ്ദേഹം പോലീസ് അട്രോസിറ്റിയുടെ ഇരയാണ്. ധൈര്യമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാം, പഴയ കാലത്തെക്കുറിച്ച് ധൈര്യമായിട്ട് സംസാരിക്കാം. അതിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത് പറയുന്ന കാര്യം, ഒന്ന് അടിയന്തരാവസ്ഥയിലെ പ്രശ്നങ്ങൾ പറയുന്നു. അങ്ങനെ നിരവധി ഈ കക്കയത്തെ ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. അതൊക്കെ അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ അതിലെന്തിനാണ് ശിവഗിരി ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. മുത്തങ്ങ ഈസ് ഓക്കെ, മുത്തങ്ങ നല്ലൊരു എക്സാമ്പിളാണ്. അന്ന് മുത്തങ്ങ സംഭവം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ, ഈ മുത്തങ്ങയിലെ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്ന പ്രധാന കാരണക്കാർ കോൺഗ്രസ് നേതാക്കളായ പഴയ KPC അധ്യക്ഷൻ K. സുധാകരൻ, അന്ന് അദ്ദേഹം വനം മന്ത്രിയാണ്, അന്നത്തെ KPC അധ്യക്ഷനായിരുന്ന K. മുരളീധരനാണ്. അവരാണ് അവിടേക്ക് പോലീസിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ആൻ്റണിക്ക് മേൽ ചുമത്തിയത്. അവർ രണ്ടുപേരാണ് കാരണക്കാർ. അവർ ഇതുവരെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ? K. സുധാകരൻ എന്തെങ്കിലും പറയാറുണ്ടോ മുത്തങ്ങയെ പറ്റി? പറയില്ല. K. മുരളീധരൻ പറയില്ല. അവർ രണ്ടുപേരുമാണ് അവിടെ ആ പോലീസ് ആക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ. ആൻ്റണി അതിന് ഉപകരണമായി മാറി എന്നുള്ളതാണ് സത്യം. അത് നിൽക്കട്ടെ. ഈ ശിവഗിരി എന്തിനാണ് പരാമർശിച്ചതെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ശിവഗിരിയിൽ ഒരു അരമണിക്കൂർ നീണ്ടു നിന്ന പോലീസ് ഇടപെടലാണ്. അത് എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നു. ആ തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഹൈക്കോടതി ഉത്തരവ് വരുന്നു. ഈ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടിയാണ് പോലീസ് അവിടെ വരുന്നത്. അവിടെ മറുവശത്താരാണ്? ആ ഭരണസമിതിയെ ചുമതലയേൽക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്
വളരെ വിവാദ പുരുഷനായ സ്വാമി ശാശ്വതികാനന്ദയാണ്. ശാശ്വതികാനന്ദ 2001-2 മറ്റോ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു പോവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സ്വാമി ശാശ്വതികാനന്ദയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അവിടെ നിൽക്കുന്നു, പോലീസ് അവിടെ കയറുന്നു, ആക്ഷൻ അരമണിക്കൂറേ നീണ്ടുന്നുള്ളൂ, ആരും മരിച്ചിട്ടൊന്നും വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ വിഷയത്തിൽ, ആ പോലീസ് വിഷയത്തിൽ ശിവഗിരി മഠത്തിൻ്റെയും SNDP യോഗത്തിൻ്റെയും നിലപാടെന്താണ്? അവർ ആ പോലീസ് അട്രോസിറ്റി ശരിയായില്ല എന്ന നിലപാട് അവർക്കുണ്ടോ? ഇല്ല. ഇനി ശാശ്വതികാനന്ദയുടെ വാദമാണ് ശരി എന്ന വാദം വെള്ളാപ്പള്ളി നടേശനോ ശിവഗിരി മഠത്തിനോ ഉണ്ടോ? ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സെൽഫ് ഗോൾ അടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ശിവഗിരി ഒരിക്കലും റെഫർ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് പിന്നെ മുഖ്യമന്ത്രി പേഴ്സണലി ശിവഗിരി മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റ് ആളുകളുടെ ചന്ദ്രശേഖരനൊക്കെയാണ് അങ്ങനെ സംസാരിച്ചതെന്ന് തോന്നുന്നു. ഈ ശിവഗിരി മഠം ഉയർന്നു വന്നത്, ആ ശിവഗിരി മഠം ചർച്ചയാവുന്നത് യഥാർത്ഥത്തിൽ AK ആന്റണി ആ ശിവഗിരി മഠം ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ചർച്ചയെ വേറെ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആന്റണി ചെയ്തത്. നമുക്കറിയാം, ആന്റണി വാർത്താ സമ്മേളനം എപ്പോഴാണ് നടത്താറ്? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു അജണ്ട സെറ്റിംഗ്. അതാണ് ആന്റണിയുടെ ദൗത്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും, 2 വാക്ക് സംസാരിക്കും, ആ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്ത്, ചിലപ്പോൾ അജണ്ട ആവണമെന്നില്ല, സെറ്റാവുക, അജണ്ട പാളിപ്പോകാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം കാണുന്നതിന് വേണ്ടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് AK ആന്റണി മാധ്യമങ്ങളെ കണ്ടത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് അടുത്ത് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റിംഗ് നേരത്തെ നടത്തുന്നതാണ്. അതിൻ്റെ കാരണം, ഇപ്പോൾ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നുണ്ട്. അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അയ്യപ്പനെ ലോകത്ത് ഷോക്കേസ് ചെയ്യാനോ അല്ലെങ്കിൽ ശബരിമലയുടെ പ്രാധാന്യം ലോകത്തോട് വിളിച്ചറിയിക്കാനെന്നൊക്കെയാണ് പ്രഖ്യാപിത ലക്ഷ്യം. യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ LDFന് തൊട്ട് മുമ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ സെൻറ്റിമെൻറ്റ്സ് LDFന് വളരെ പ്രധാനമാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി ശബരിമല വഴി ആ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്സ് മുറിവേൽക്കുകയും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ടൊലിച്ചു പോവുകയും ചെയ്തതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട LDF സ്ട്രോങ് ഹോൾഡായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ആ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശിവഗിരി അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആ ശിവഗിരി ചർച്ചയാവുന്നത് തന്നെ യഥാർത്ഥത്തിൽ LDFനെ സംബന്ധിച്ച് ഒരു പിശകാണ്, മിസ്റ്റേക്കാണ്. കാരണം ആ ശിവഗിരി മെൻഷൻ ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്സ് എന്തിനോടാണ് നിൽക്കുക, ആരോടൊപ്പമാണ് നിൽക്കുക എന്നുള്ളത് ആലോചിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ശിവഗിരി മഠം ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്, അത് ഇന്നൊരു ശിവഗിരി മഠാധിപതി വിളിച്ചു പറഞ്ഞു അത് ഹൈക്കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി ചെയ്തതാണ്, അതിൽ സർക്കാരിന് എന്തെങ്കിലും പെശക് പറ്റിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് അവർ തന്നെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ആരുടെ തന്ത്രമാണ് പാളിയത്? പിണറായി വിജയൻ്റെ തന്ത്രമാണ്. കാരണം ശിവഗിരി മെൻഷൻ ചെയ്യപ്പെടുന്നതായത് ആ ശിവഗിരി റിപ്പോർട്ട് പുറത്തുവിടണം. ആ ശിവഗിരി റിപ്പോർട്ട് വെബ്സൈറ്റിലുണ്ടെന്ന് അറിയാത്ത ആളല്ല ആന്റണി. അത് പുറത്തുവിടണമെന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ പോലീസ് ആക്ഷന് നയനാർ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പോലും ശരിവച്ചിരുന്നു എന്ന കാര്യം ആവർത്തിച്ചുറപ്പിക്കുകയാണ് AK ആന്റണി ചെയ്യുന്നത്. 2, ആ പോലീസ് ആക്ഷൻ ആ ശിവഗിരി ഉൾക്കൊള്ളുന്ന ആ മഠത്തെ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിന് പ്രശ്നമുള്ള ഒരു കാര്യമായിരുന്നില്ല. അതൊരു പോലീസ് അട്രോസിറ്റി ആയിട്ട് എല്ലാ സമുദായം കാണുന്നു. പകരം അവിടെ നടന്നൊരു തെരഞ്ഞെടുപ്പിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് കയറി. പോലീസ് മിതമായി ബലപ്രയോഗമേ നടത്തിയിട്ടുള്ളൂ. അതിൽ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് മൊത്തം പോലീസിനെ കുറ്റക്കാരില്ല എന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും ആ ചർച്ച റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം, ആന്റണിയെ സംബന്ധിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കാർ ഏത് വോട്ടാണോ ഒലിച്ചു പോകാതിരിക്കാൻ ശ്രമിക്കുന്നത്, സർക്കാർ ആർക്ക് വേണ്ടിയാണ് അയ്യപ്പ സംഗമവും മറ്റും നടത്തുന്നത്, ആ സമുദായത്തിൽ ഈ പഴയ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തി കൊണ്ട് ആ ശിവഗിരി വിഷയം ഒന്നുകൂടി ഊതിക്കത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ആന്റണിയുടെ അജണ്ട സെറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഈ മുത്തങ്ങ സംഭവം പറയുമ്പോൾ അതിൽ ആന്റണിക്ക് ഒന്നും പറയാനില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചല്ലോ, 2 വിഷയത്തിലും ഖേദം പ്രകടിപ്പിച്ചു. മുത്തങ്ങയിൽ ആന്റണിക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷികളുണ്ടെന്നും CK ജാനു മുതൽ ഗീതാനന്ദൻ മുതൽ എല്ലാവരും ഉണ്ട്. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എന്തിനായിരുന്നു അവിടെ ഒരു ആക്ഷൻ നടന്നത്? അത് കേവലമായ രാഷ്ട്രീയ ദുർവാശി കൊണ്ട്, ഞാനീ പറഞ്ഞ 2 നേതാക്കളുടെ രാഷ്ട്രീയ ദുർവാശി കൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി മറ്റൊന്ന്, പോലീസിൻ്റെ അട്രോസിറ്റീസ് പറയുമ്പോൾ ഈ ലിസ്റ്റ് പറയുമ്പോൾ വിട്ടുപോരാത്ത മറ്റൊന്നും കൂടിയുണ്ട്, ഭീമാപ്പള്ളി വെടിവെപ്പ്. അതാരും അങ്ങനെ പരാമർശം കാണാറില്ല. അത് സംഭവിച്ച എവിടെയാണ്? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ ഈ പോലീസിൻ്റെ എല്ലാ അട്രോസിറ്റികൾക്കും അന്ന് ഭരിക്കുന്ന സർക്കാരുകൾ ഉത്തരവാദികളാണെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ അവർ ഉത്തരവാദികളാണ്. അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. ഇതിനെല്ലാം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കേണ്ടതുണ്ട്. അവിടെ പോലീസിന് വീഴ്ച പറ്റിയോ ഇല്ലയെന്ന് കാണേണ്ടതുണ്ട്. ഭീമാപ്പള്ളിയിൽ വെടിവെക്കാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ പ്രൊമോഷൻ നൽകി. അദ്ദേഹം വാരാപ്പുഴ കേസിൽ വാരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ ആരോപണ വിധേയനായിരിക്കും അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകി നല്ല സുഖമായി റിട്ടയർ ചെയ്യാൻ അനുവദിച്ചൊരു സർക്കാരാണ് ഇത് ഇപ്പോൾ ഭരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥനാണ് അന്ന് ഭീമാപ്പള്ളിയിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയത്. ആ ഉദ്യോഗസ്ഥനാണ് വാരാപ്പുഴയിൽ ശ്രീജിത്തിൻ്റെ കസ്റ്റഡി കൊലപാതകത്തിൽ ആരോപണ വിധേയനായത്, ടൈഗർ ഫോഴ്സ് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന് സുഖമായിട്ട് റിട്ടയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരാളാണ്. അതേ ഉദ്യോഗസ്ഥനാണ് അലനെയും താഹയെയും കോഴിക്കോട് അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ മേൽ UAPA ചാർത്തിയത്.
അത്രയും കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച ഒരു സർക്കാരാണിത്. അപ്പോൾ ഇത്രയും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിബേറ്റ് നടക്കണം ആ നിയമസഭയിൽ. ഭീമാപ്പള്ളി കോട്ട് ചെയ്യാൻ ഇന്നലെ പ്രതിപക്ഷത്തിന് പറ്റിയില്ല. അതാണ് ഞാൻ പറയുന്നത്. വളരെ സെൻസിറ്റീവായ, പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഒരു വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയായിട്ട് അത് വേണ്ട വിധത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. അതേസമയം തന്നെ ഈ ശിവഗിരി വിഷയം മെൻഷൻ ചെയ്യപ്പെട്ടതോടുകൂടി എന്താണോ വരാൻ പോകുന്ന അപകടം, അതിൻ്റെ ഒരു അജണ്ട സെറ്റിംഗ് ആൻ്റണി നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പോലീസ് അട്രോസിറ്റി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക്, ഇപ്പോൾ വനിതാ തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാൻ ഉപയോഗിക്കുക എന്നതിനപ്പുറം ഒരു സർക്കാരിന് അക്കൗണ്ടബിൾ ആക്കുന്ന വിധം പ്രതിപക്ഷം അതിൽ ഇടപെടണമായിരുന്നു. ഈ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള ഏറ്റവും ഗൗരവതരമായ, ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം മുന്നിൽ നിൽക്കെ, പ്രത്യേകിച്ചും തങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ പോലീസ് മർദ്ദനത്തിനെതിരെ അദ്ദേഹം തന്നെ നിയമപോരാട്ടം നടത്തി തെളിവുകൾ പുറത്തു കൊണ്ടുവന്നു. അതിനെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള, സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുന്ന, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രതിപക്ഷം വേണ്ടത്ര വിജയിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നേ പറയാൻ കഴിയും. എന്തായാലും ഈ ശിവഗിരി വിഷയം വീണ്ടും സ്ട്രെസ് ചെയ്തുകൊണ്ട് ആന്റണി ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് SNDPയും അതുവഴി സർക്കാരിനെയും കുത്തുക എന്നതായിരുന്നെങ്കിൽ അതുവരെ വർക്കായിട്ടില്ല. വർക്കാവുമോ എന്ന് കാത്തിരുന്നു കാണാം.